ഏവർക്കും വണക്കം, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഈ വീഡിയോയിൽ നിങ്ങളേവരും ജീവിതത്തിൽ അനേക തവണ പരിഗണിച്ചിട്ടുള്ള ഒരു വിഷയമാണ് പ്രധാനമായും പ്രതിപാദിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ആത്മനിയന്ത്രണം, സെൽഫ് കൺട്രോൾ. എൻ്റെ കഴിഞ്ഞ അരനൂറ്റാണ്ട് പബ്ലിക് ലൈഫിൽ, പൊതുജീവിതത്തിൽ അനേകം ആളുകൾ ഇന്ത്യയിലും വിദേശത്തും, യുവതി യുവാക്കന്മാർ, എന്നാൽ പ്രായമായവർ, മധ്യവയസ്കർ, ജീവിതത്തിൻ്റെ വിവിധ ശ്രേണിയിലുള്ളവർ, സമ്മതിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൺഫൈഡ് ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് അവർക്ക് വേണ്ടതുപോലെ അവരുടെ മേൽ നിയന്ത്രണം സ്ഥാപിക്കുവാനോ നിലനിർത്തുവാനോ കഴിയുന്നില്ല. ഇത് പ്രത്യേകമായി യുവതി യുവാക്കന്മാരുടെ ശ്രദ്ധ ആകർഷിക്കേണ്ട ഒരു വിഷയമാണ്. പ്രധാനമായും അല്ലെങ്കിൽ കൂടുതൽ ശക്തിയായി ഇത് അവരെയാണ് ബാധിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ സ്വാധീനം എല്ലാവരുടെ മേലുമുണ്ട്. അതുകൊണ്ട് വളരെ സാർവലൗകികമായ പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. നമുക്കറിയാം, വേദപുസ്തകത്തിൻ്റെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ ആത്മനിയന്ത്രണം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ നാം ആ ഒരേ ഒരു ആശയം വെച്ച് പുലർത്തിയാൽ, ദാനമാണ് എന്ന ഒരാശയം നമ്മുടെ മനസ്സിനെ ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനായിട്ടൊന്നും ചെയ്യാനില്ല, ദാനത്തിന് വേണ്ടി കാത്തിരിക്കുക എന്ന ഒരവസ്ഥയിലേക്ക് നാം ആയിപ്പോകും. അത് നമ്മെ വളരെ സഹായിക്കുന്ന ഒരു കാഴ്ചപ്പാടല്ല എന്നതാണ് എൻ്റെ അനുഭവം. അതുകൊണ്ടാണ് ഞാൻ ഈ ചിന്തകൾ പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാരെ പരിഗണിച്ച് നിങ്ങളുമായി ഏവരുമായി പങ്കിടുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ മേൽ നിയന്ത്രണം സ്ഥാപിക്കുവാനും നിലനിർത്തുവാനും ഇത്രമാത്രം പ്രയാസമാകുന്നത്? ആത്മനിയന്ത്രണം പ്രാപിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ്? ആവശ്യമെന്താണ്? നമുക്ക് നമ്മുടെ മേൽ നിയന്ത്രണമില്ല എങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് നമ്മുടെ മേൽ വേണ്ടതുപോലെ നിയന്ത്രണം സ്ഥാപിക്കുവാനും നിലനിർത്തുവാനും സാധ്യമാണോ? സാധ്യമാണെങ്കിൽ അതെങ്ങനെയാണ്? നാം എന്തു ചെയ്യണം? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഹ്രസ്വമായ മറുപടി ഈ ഒരു വീഡിയോയിൽ കൂടി ലഭിക്കുന്നതാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വിഷയം വസ്തുനിഷ്ഠമായി തന്നെ പരിശോധിക്കാം. ഇപ്പോൾ ഞാനൊരു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് പ്രത്യേകിച്ച് വളരെയധികം ക്ലേശിച്ചിട്ടൊരു വിഷയമാണ് എങ്ങനെ എൻ്റെ ശ്രദ്ധ 100% ഞാൻ വായിക്കുന്ന പുസ്തകം അതിൽ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ഈ അടുത്തയിടെ ഒരു യുവാവായ വ്യക്തി, തിരുവനന്തപുരത്ത് തന്നെ താമസിക്കുന്നൊരു വ്യക്തി, അന്യമതസ്ഥനായ ഒരു വ്യക്തി, എന്നാൽ ഈ യൂട്യൂബ് ചാനലിൽ വളരെ താല്പര്യത്തോടെ പങ്കെടുക്കുന്ന ഒരു യുവാവ് എന്നെ സന്ദർശിക്കുകയും തൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഒരു മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. വായിക്കാനായിട്ട് പുസ്തകം കൊണ്ടിരിക്കും, പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ മനസ്സ് അവിടെയും ഇവിടെയും ചിതറിപ്പോകും. അതുകൊണ്ട് മനസ്സ് കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല എന്നത് തന്നെ നന്നേ അലട്ടുന്നു എന്ന് പറഞ്ഞത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഞാൻ എൻ്റെ ജീവിതത്തിലും അഭിമുഖീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനോട് നിരന്തരം മല്ലിടുവാനും ഒരു പരിധി വരെയെങ്കിലും അതിന്മേൽ വിജയം പ്രാപിപ്പാനും സാധിച്ചു എന്നത് ഈ സമയത്ത് ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാൻ തിരിഞ്ഞു നോക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ അനുഭവത്തിൻ്റെ ഊഷ്മളത കൂടെ ഉണ്ടാകും എന്നുകൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അധികം ഗുണം ചെയ്ത ഒരു 2-3 ഘടകങ്ങളെടുത്താൽ അതിൽ
പെടുന്ന ഒരു വിഷയമാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് ആത്മധൈര്യത്തോടുകൂടെ ഈ പ്രതിഭാസത്തെ അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കും എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് നമ്മുടെ മേൽ നിയന്ത്രണം ആവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കാവുന്ന നേട്ടങ്ങൾ നമ്മൾക്ക് നഷ്ടമായിത്തീരും. ലക്ഷ്യപ്രാപ്തി അസാധ്യമായിത്തീരും. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരു കാറ് നിങ്ങൾ ഓടിക്കുന്നു. ആ കാറ് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ അതിൽ ബ്രേക്കിംഗ് കൂടെ വേണം. നല്ല ശക്തിയേറിയ എൻജിനുള്ളത് കൊണ്ടോ, പെട്രോൾ ടാങ്ക് നിറച്ച് പെട്രോൾ ഉള്ളത് കൊണ്ടോ വണ്ടി ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല. ബ്രേക്കിംഗ് കൂടെ ഉണ്ടെങ്കിൽ ബ്രേക്കും സ്റ്റിയറിങ്ങും ക്ലച്ചും ആക്സിലറേറ്റർ പോലും അതിൻ്റെ നിയന്ത്രണമാണ്. ആക്സിലറേറ്റർ വാസ്തവത്തിൽ ഒരു തരത്തിലുള്ള ബ്രേക്കാണ്. അതാണ് വാസ്തവത്തിൽ ഒരു കാറിൻ്റെ വിരോധാഭാസം. ആക്സിലറേറ്റർ ഓൾസോ സെർവ്സ് ആസ് എ ഫോം ഓഫ് ബ്രേക്കിംഗ് ദി വെഹിക്കിൾ. അപ്പോൾ പല വിധത്തിലുള്ള നിയന്ത്രണം ഒരു വാഹനത്തിൻ്റെ മേൽ ഡ്രൈവർ നിരന്തരം പ്രയോഗിക്കുന്നത് കൊണ്ടാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയുന്നത്. അതുപോലെ തന്നെ, എന്നാൽ അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതാണ് വ്യക്തിത്വത്തിൽ സ്വയ നിയന്ത്രണത്തിൻ്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി വ്യക്തമായ ചില ധാരണകൾ പ്രാപിക്കുന്നത് നമുക്ക് ദീർഘകാലം ഗുണം ചെയ്യുമെന്ന് ഞാൻ പ്രത്യേകമായി എടുത്തു പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ നാം എങ്ങനെയാണ് ഈ ഒരു അനിവാര്യമായ, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധ്യമാകുന്നത്? അപ്പോൾ അത് മനസ്സിലാകുന്നതിന് വേണ്ടി എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ മേൽ നാം ആഗ്രഹിക്കുന്ന തോതിൽ ഒരു നിയന്ത്രണം പാലിക്കുവാൻ സാധിക്കാതെ പോകുന്നത് എന്നതിനെപ്പറ്റി അല്പം ഒരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. നമുക്കറിയാം, ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ശരീരം, മനസ്സ്, ആത്മാവ്. ശരീരമെന്ന് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ തന്നെ കാഴ്ചപ്പാടിൽ നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദാമിനെ ഈ ഭൂമിയുടെ മണ്ണ് ഉപയോഗിച്ച് മെടഞ്ഞെടുത്തു എന്ന് പറയുന്നു. അത് കാവ്യാത്മകമായ ഒരു വെളിപ്പെടുത്തലാണ്. എന്താണ്? ഭൗതിക ലോകത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഘടകം ശരീരമാണ്. The human body is in intimate contact with the material world. ലോകമെന്ന മർമ്മത്തോടെ എപ്പോഴും ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അടുത്ത് പറ്റിച്ചേർന്ന് നിൽക്കുന്നൊരു ഘടകം ശരീരം, മനസ്സ്, ആത്മാവ് എന്ന ഈ മൂന്ന് ഘടകത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ശരീരം തന്നെയാണ്. അത് വളരെ വ്യക്തമാണെന്ന് ഞാൻ കരുതുകയാണ്. മനസ്സും ആത്മാവും ഈ ലോകത്തെ അറിയുന്നതും അനുഭവിക്കുന്നതും ശരീരത്തിൽ കൂടെയാണ്. ഉദാഹരണമായിട്ട് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, 5 senses. ഈ പഞ്ചേന്ദ്രിയങ്ങൾ 5 ജനലുകളാണ്. ദേ ആർ 5 windows of contact with the material world. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ലോകം നമ്മെ സ്വാധീനിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ കൂടെയാണ്. ഇത് ആദ്യത്തെ തത്വം. രണ്ടാമത്തെ തത്വം, ഈ ലോകത്തിൻ്റെ അവസ്ഥയെയും അതിൽ പ്രവർത്തിക്കുന്ന മർമ്മങ്ങളെയും അതിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്ന സംഭവ വികാസങ്ങളെയും നിയന്ത്രിക്കുവാൻ നമുക്ക് സാധ്യമല്ല. വി ഹാവ് നോ കൺട്രോൾ ഓവർ ദ എക്സ്റ്റേർണൽ ഫോഴ്സസ്, റിയാലിറ്റീസ്, പ്രഷേഴ്സ്, കമ്പൾഷൻസ്, സിഡക്ഷൻസ് and temptations of the world. അപ്പം ബാഹ്യലോകം അത് അതിൻ്റേതായ മർമ്മമനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ കാറ്റടിക്കുന്നു, നമുക്ക് കാറ്റിനോട് പറയാൻ സാധ്യമാകുകയില്ല, ഇങ്ങോട്ടടിക്കേണ്ട, അപ്പുറത്തടിച്ചു. മഴ പെയ്യുന്നു, ഇവിടെ പെയ്യേണ്ട, അപ്പുറത്ത് പെയ്തു.
ഇവിടെ ചൂട് കൂടരുത്, അപ്പുറത്ത് വേണേൽ ചൂടായിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല. ഇപ്പം ഞാൻ നടക്കുന്ന പാത നിരപ്പാകണം, മറ്റുള്ളവരുടെ പാത എങ്ങനെയും ആയിക്കൊള്ളട്ടെ. അപ്പം അങ്ങനെ ബാഹ്യമായ അവസ്ഥയെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധ്യമല്ല. ലോകം എന്നത് നമുക്ക് ബാഹ്യമായ ഒരു ഘടകമാണ്, അല്ലെങ്കിൽ അനേക ലക്ഷം ഘടകങ്ങളുടെ ആകത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് ലോകത്തിൻ്റെ മേൽ നിയന്ത്രണം സ്ഥാപിക്കുവാനോ നിലനിർത്തുവാനോ സാധ്യമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ അധികാരികൾക്കും അത് സാധ്യമല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ലോകത്തോട് ഏറ്റവും പറ്റി നിൽക്കുന്ന നമ്മുടെ ശരീരം, അത് ലോകത്തിൻ്റെ, അതായത് നമുക്ക് ബാഹ്യമായ ഘടകങ്ങളുടെ നിരന്തരമായ സ്വാധീനത്തിനും സമ്മർദ്ദത്തിനും വിധേയമാകുവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ശരീരം ബാഹ്യമായ ലോകത്തിൽ പ്രവർത്തിക്കുന്ന, സ്ഥിതി ചെയ്യുന്ന മർമ്മങ്ങളുടെയും ഉയർച്ച താഴ്ചകളുടെയും ഏറ്റക്കുറച്ചിലുകളുടെയും അനിശ്ചിതാവസ്ഥതയുടെയും നിരന്തരമായ സ്വാധീനത്തിലാണെങ്കിൽ അതിൽ നമുക്കൊരു വ്യത്യാസം വരുത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞു, ബാഹ്യലോകത്തിലെ സ്ഥിതിവിശേഷങ്ങളെയും അവിടെ പ്രവർത്തിക്കുന്ന ശക്തികളെയും മർമ്മങ്ങളെയും സംഭവവികാസങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ല. പക്ഷേ അവ ശരീരത്തിൽ കൂടെ നമ്മളെ ഉള്ളിലേക്ക് പ്രവേശിച്ച് നമ്മെ ഏത് തോതിൽ വരെ കീഴടക്കാം അല്ലെങ്കിൽ സ്വാധീനിക്കാം എന്നതിനെപ്പറ്റി നമുക്കൊരു നിയന്ത്രണം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ മുറിയിലിരിക്കുന്നു, വെളിയിൽ മഴ പെയ്യുന്നുണ്ട്. ആ മഴയുടെ എറിച്ചിൽ എൻ്റെ മുറിയിലേക്ക് അടിച്ച് കയറുന്നുണ്ട്. ആ സമയത്ത് ഞാൻ എൻ്റെ ജനലിൻ്റെ കതകുകൾ അടച്ചാൽ ആ എറിച്ചിലിൽ നിന്ന് എനിക്ക് സംരക്ഷണം ലഭിക്കും. ഇത് വളരെ ലളിതമായ ഉദാഹരണമാണ്. അല്ലെങ്കിൽ ഞാൻ ഇന്ന് വായിക്കുന്ന സ്ഥലത്ത് സൂര്യൻ നന്നേ വെളിയിൽ തെളിഞ്ഞിരിക്കുന്നത് കൊണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശമാണ്. ഞാനുണ്ടെ കർട്ടൻ ശരിക്കൊന്ന് വലിച്ചിട്ടാൽ അത് ഒരു വ്യത്യാസം വരും. അപ്പോൾ സൂര്യൻ്റെ പ്രകാശം കുറയ്ക്കുവാനോ കൂട്ടുവാനോ എനിക്ക് കഴിയുകയില്ല. പക്ഷേ അതേത് തോതിൽ എന്നെ സ്വാധീനിക്കുന്നു എന്നത് എനിക്ക് നിയന്ത്രിക്കാൻ ഒരു പരിധിവരെയെങ്കിലും കഴിയും. നാം അതിന് ശ്രമിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ബലഹീനത അവിടെ ആരംഭിക്കുകയാണ്. അങ്ങനെ ബാഹ്യമായ ശക്തികളുടെയും പ്രലോഭനങ്ങളുടെയും സ്വാധീനങ്ങളുടെയും തോത് അടിക്കടി നമ്മുടെ മേൽ വർദ്ധിച്ചു വരികയും തൽഫലമായി നമുക്ക് നമ്മുടെ മേൽ ഉണ്ടാകാവുന്ന നിയന്ത്രണം, അതിൻ്റെ തോത് കുറഞ്ഞു വന്ന് അവസാനം ഒരു വിധത്തിലും ഒരു തരത്തിലും നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കുവാൻ കഴിവില്ല എന്ന ഒരു നിസ്സഹായതയിലേക്ക് നാം നിപതിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മെ സൃഷ്ടിച്ചതിൻ്റെ പ്രത്യേകതയാണ്. ശരീരത്തിൽ സംഭവിക്കുന്നത് മനസ്സിലും ആത്മാവിലും സംഭവിക്കും. ഉദാഹരണമായിട്ട്, ശരീരത്തിൽ വേദനയുണ്ടെങ്കിൽ മനസ്സ് വേണ്ടതുപോലെ പ്രവർത്തിക്കുകയില്ല. അല്ലെങ്കിൽ ശരീരം നന്നേ ക്ഷീണിച്ചു, ഒരു ദിവസത്തെ അധ്വാനം കൊണ്ടോ അല്ലെങ്കിൽ വേണ്ടതുപോലെ ആഹാരം കഴിക്കാനില്ലായിരുന്നുകൊണ്ടോ അല്ലെങ്കിൽ വെള്ളം കുടിച്ചില്ല എന്തുകൊണ്ടോ ശരീരം നന്നേ ക്ഷീണിച്ചു കഴിഞ്ഞാൽ മനസ്സ് വേണ്ടതുപോലെ പ്രവർത്തിക്കുകയില്ല. ഇരുന്ന് വായിക്കണമെന്ന് വിചാരിച്ചാൽ സാധിക്കുകയില്ല, കൂർമ്മബുദ്ധിയോട് ചിന്തിക്കണമെന്ന് വിചാരിച്ചാൽ നമുക്കത് സാധിക്കില്ല, മനസ്സ് നമ്മോട് സഹകരിക്കുന്നില്ല എന്നൊരവസ്ഥ. അതുപോലെ തന്നെ ശരീരം മലീമസമാണെങ്കിൽ ആത്മാവിന് ദൈവത്തോട് അടുത്ത് നിൽക്കുവാൻ സാധ്യമല്ലാതെ വരും. ദൈവത്തോട് അടുത്ത് നിൽക്കാനുള്ള ദാഹം ആത്മാവിനുണ്ട്. പക്ഷേ ആ ഒരു ധന്യമായ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുവാൻ, തുടർന്ന് ആയിരിക്കാൻ ആത്മാവിന് അതിൽ തന്നെയുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം ശരീരത്തിൻ്റെ മാലിന്യമാണ്. ഇപ്പം ശരീരം ആത്മാവിനെയും ബാധിക്കും. അതുകൊണ്ട്
ഈ ശരീരത്തെ നാം എപ്രകാരം നിയന്ത്രിക്കുന്നു എന്നത് വളരെ നാം ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞത് ഈ ശരീരത്തെ ബാധിക്കുന്ന ഘടകം ബാഹ്യലോകത്തിൻ്റേതാണ് ബഹുഭൂരിപക്ഷവും. എന്നാൽ ശരീരത്തിന് അതിൻ്റേതായ പ്രവണതകൾ ഉണ്ട്. ആ പ്രവണതകളും ബാഹ്യലോകത്തിൻ്റെ പ്രലോഭനങ്ങളും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ നിസ്സഹായത ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്നത്. ഈ ഒരവസ്ഥ, ഇതിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ കഴിയുമോ ഇല്ലയോ? ഇതാണ് നമ്മുടെ അടുത്ത ചിന്ത. ഞാൻ ചെറുപ്പകാലത്ത് സയൻസ് പഠിച്ച വ്യക്തിയാണ്. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന ഒരു കാര്യം. അപ്പോൾ ഇവിടെ നിന്നൊരു ഫോഴ്സ്, ഇപ്പോൾ ഇവിടെ ഒരു ഓബ്ജക്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഓബ്ജക്റ്റ് ഉണ്ട്, ഒരു വസ്തുവുണ്ട്. അതിൽ ഇങ്ങോട്ട് വലിക്കുന്നു, ഇങ്ങോട്ടും വലിക്കുന്നു. ഇങ്ങോട്ടുള്ള വലിയും ഇങ്ങോട്ടുള്ള വലിയും ഈ തുല്യ ശക്തിയാണെങ്കിൽ അതങ്ങനെ നിൽക്കും. ഇങ്ങോട്ടുള്ള വലി ശക്തി കൂടുതലും ഇങ്ങോട്ടുള്ള ശക്തി കുറവാണെങ്കിൽ അത് ഇങ്ങോട്ട് വീഴും. അപ്പോൾ ലോകത്തിൻ്റെ ആകർഷണ ശക്തി ആത്മീകമായ ദൈവികമായ താല്പര്യങ്ങളെക്കാൾ വലുതാണ് എങ്കിൽ നമുക്ക് ആ സന്തുലിത, ആ ഈക്വലിബ്രിയം നിലനിർത്താൻ സാധ്യമല്ല. അതുകൊണ്ട് നാം ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ വീണു പോകും. നമ്മുടെ ബലഹീനത അതാണ്. പക്ഷേ ഈ വീഴ്ച വലുതാണെന്ന് തോന്നുമെങ്കിലും വാസ്തവത്തിൽ പ്രശ്നം അതിൻ്റെ മെക്കാനിക്സ് വളരെ ലളിതമാണ്. ഇവിടെ അല്പം കൂടി ശകലം ശക്തി കൂടി ഈ ഭാഗത്ത്. എന്തുകൊണ്ട് കൂടി? ഇവിടെ നാം വേണ്ടതുപോലെ വളർത്തിയെടുത്തില്ല. അപ്പോൾ ദൈവവുമായുള്ള നമ്മുടെ കൂട്ടായ്മയിൽ നമ്മുടെ ആത്മാവ് പരിപോഷിപ്പിക്കപ്പെടുന്നു. Our soul needs to be continually nourished through its rootedness in God. ഒരു പ്രകൃതിയിൽ മരം നിൽക്കുമ്പോൾ ഭൂമിയിൽ അതിൻ്റെ വേര് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എപ്രകാരം അതിൻ്റെ പോഷണം അത് വലിച്ചെടുക്കുന്നുവോ, അതുപോലെ തന്നെ മനുഷ്യർക്ക് അവരുടെ ആത്മീയമായ ജീവിതത്തിൽ ദൈവമെന്ന് പറയുന്ന ഈ സൃഷ്ടിയുടെ ബ്രഹ്മാണ്ഡത്തിൻ്റെ ആകത്തുകയിൽ വേരൂന്നി നിന്നിട്ട് ആത്മീയമായ പോഷണം നിരന്തരം വലിച്ചെടുത്ത് അതിനെ നിലനിർത്തുവാനും ശക്തീകരിക്കുവാനുമുള്ള ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, God in whom we live and move and have our being. നാം ഇരിക്കുന്നതും ചരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ദൈവം എന്ന് പറയുന്ന അടിത്തറയിലാണ്. എന്നാൽ മാത്രമേ ആത്മീയമായ ഫലപുഷ്ടിയുള്ള ജീവിതം നമുക്ക് നയിക്കാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ഭൗതികമായ ആ ഒരു ആകർഷണ ശക്തി എപ്പോഴും നമ്മുടെ മേൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതില്ലാത്ത ഒരു നിമിഷം ഉണ്ടാകുകയില്ല. എന്നാൽ അതുകൊണ്ട് നാം വീണു പോകണമെന്നില്ല. നമ്മെ നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഘടകം അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു ശക്തി, ഒരു ആകർഷണ ശക്തി. അങ്ങനെയാണ്, അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. എൻ്റെ ആവശ്യം എന്താണ്? നാം ജനിച്ചപ്പോൾ തൊട്ട് നൈസർഗികമായ നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രവണതകളനുസരിച്ച് നാം ലോകത്തിലും ലോകം നമ്മളിലും വസിക്കുന്നു. We abide in the world and the world abides in us. നാം ലോകത്തിൽ വസിക്കുന്നു, ലോകം നമ്മുടെ ഉള്ളിലും വസിക്കുന്നു. ആ ഒരു അവസ്ഥയെ അത് ആരോഗ്യപരമായ ഒരു സന്തുലിത അവസ്ഥയിൽ നിലനിർത്തണമെങ്കിൽ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മേൽത്തരമേറിയ ശക്തിയേറിയ ഒരു ആകർഷണം മറ്റേ സൈഡിലേക്ക് ഉണ്ടാകണം. അതാണ് ഈശോ പറയുന്നത്, അബൈഡ് ഇൻ മീ, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിൽ വസിക്കാം. നിങ്ങൾ ലോകത്തിൽ വസിക്കുന്നു, അതുപോലെ എന്നിലും വസിപ്പീൻ. നാം ശ്വസിക്കുന്നിടത്തോളം കാലം ലോകത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്, അല്ലെന്ന് ആരും പറയരുത്. പറയുന്നത് മണ്ടത്തരമാണ്, അപകടമാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ യാതൊരു വിധത്തിലുള്ള പ്രലോഭനങ്ങൾക്കും എന്നെ സ്പർശിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നവൻ വെറും ഭോഷനാണ്. അവൻ വീണുപോകും. ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ലൗകികമായ ഘടകങ്ങൾ
അതിൻ്റേതായ ശക്തിയിൽ നമ്മെ വലിച്ച് അതിലേക്ക് അടുപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ അതുകൊണ്ട് നാം വീണു പോകണമെന്നില്ല. വീഴുന്നത് ഇങ്ങോട്ടുള്ള ആ ഒരു ശക്തി ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. അപ്പോൾ നിങ്ങൾ വീഴാതെ രണ്ട് കാലം നിൽക്കാനും, ചെടി എപ്രകാരം അങ്ങനെ വീഴാതെ നിൽക്കുന്നത് കൊണ്ട്, മരങ്ങൾ വീഴാതെ നിൽക്കുന്നതുകൊണ്ട് പുഷ്പങ്ങളും ഫലവും പുറപ്പെടുവിക്കുന്നു, അതുപോലെ നിങ്ങളും ഫലഭൂയിഷ്ടമായ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി തീരുന്ന അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയായി തീരുമെന്നാണ് ഈശോ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ മേൽ വേണ്ട നിയന്ത്രണം പ്രാപിക്കാമോ അല്ലയോ? ഞാൻ നല്ലൊരു പുസ്തകം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു പുസ്തകം എഴുതുമ്പോൾ എനിക്ക് ലൗകികമായ യാതൊരു ടെംപ്റ്റേഷൻസും തോന്നിയിട്ടില്ല, തോന്നാൻ സാധ്യമല്ല. കാരണം അതുപോലെ ഈ ഒരു സൈഡിലേക്ക് ബൗദ്ധികമായി ഞാൻ ചാഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. ഭൗതികമായ ഒരു കാര്യം, ഇപ്പം ഞാനൊരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും എന്നെ ഒരു ഡിന്നറിന് വിളിക്കുകയാണെങ്കിൽ എനിക്കതുകൊണ്ട് അരിശമാണ് തോന്നുന്നത്. ആരെങ്കിലും എൻ്റെ നാലയലത്ത് നിന്ന് ഒരു കുശുമ്പോ കുന്നായ്മയോ പറഞ്ഞാൽ അത് അസഹനീയമായിട്ട് തോന്നും. അല്ലെങ്കിൽ 5 മിനിറ്റ് അനാവശ്യമായി സംസാരിച്ച് എൻ്റെ സമയം കളയുന്നത് എനിക്ക് ചിന്തിക്കാൻ കൂടെ വയ്യ. എന്നാൽ ഒന്നും അർത്ഥവത്തായ ഒരു അധ്വാനത്തിനും ഇടയില്ലാതെ എൻ്റെ സമയം എങ്ങനെ കൊല്ലണം, ഹൗ ടു കിൽ മൈ ടൈം എന്ന അവസ്ഥയിൽ ഞാൻ ഇങ്ങോട്ട് വീണു പോകും. ഏത് ഗോസിപ്പിന് ഞാൻ ചെവി കൊടുക്കും. കള്ള് കുടിക്കണമെന്ന് പറഞ്ഞാൽ കള്ള് കുടിക്കും, ബീഡി വലിക്കണമെന്ന് പറഞ്ഞാൽ ബീഡി വലിക്കും, പിന്നെ അനാശാസ്യമായി നടക്കണമെന്ന് പറഞ്ഞാൽ അതും ചെയ്യും. അത് ഈ നമ്മുടെ വളർച്ചയിൽ സന്തുലിതയില്ലാത്തത് കൊണ്ടാണ്, നാം മനസ്സിലും ആത്മാവിലും വളരാത്തത് കൊണ്ടാണ്. ആ വളർച്ചയിൽ കൂടെ അല്ലാതെ നമുക്ക് ഈ ആത്മനിയന്ത്രണം പാലിപ്പാൻ സാധ്യമല്ല. അപ്പോൾ യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശു 3 പരീക്ഷയിലകപ്പെട്ടു അല്ലേ? എന്തുകൊണ്ട് വീണില്ല? അതതുപോലെ ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്ന അവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് പരീക്ഷയിൽ വീണു പോകുന്നത്? അപ്പോൾ ആത്മനിയന്ത്രണത്തിൻ്റെ മർമ്മം അവിടെയാണ് എന്നത് സ്പഷ്ടമാണ്. ആത്മനിയന്ത്രണം പാലിക്കുവാനും നിലനിർത്തുവാനും സാധ്യമാണ് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നസ്രയനായ യേശു. അവനാണ് നമ്മുടെ പ്രത്യാശ, അവനാണ് നമ്മുടെ ആത്മധൈര്യം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മേൽ നിയന്ത്രണം പാലിക്കാമോ? തീർച്ചയായും പാലിക്കാം. പക്ഷേ അതിൻ്റെ മർമ്മം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അപ്രകാരം നമ്മുടെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുവാൻ നാം കൂട്ടാക്കണം. ഇതിന് ഒരു ഷോർട്ട് കട്ടില്ല, ഒരു ക്വിക്ക് ഫിക്സ് സൊല്യൂഷനുമില്ല. ഇത് നാം നിരന്തരമായി ആത്മാവിലും മനസ്സിലും വളരേണ്ട ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. അങ്ങനെ വളരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ നാം അവയെ വേണ്ടതുപോലെ ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഞാൻ ഉദാഹരണമായിട്ടൊന്ന് പറഞ്ഞു കൊള്ളട്ടെ. ഇപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുമ്പോൾ ആളുകൾക്ക് ക്ഷമ തീരെ ഇല്ലാതെയാകുകയാണ്. കാരണം 5 മിനിറ്റിൽ കൂടുതൽ പാടില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മനസ്സ് വളരണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ക്ഷമ വേണ്ടേ? ഈ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള ഇന്ത്യൻ ദാർശനികതയിൽ ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ ശക്തി അവൻ്റെ ക്ഷമയാണ്. പേഷ്യൻസ്. കാരണം എന്താണ്? മനസ്സ് വളരണമെങ്കിൽ ക്ഷമ ആവശ്യമാണ്. എനിക്ക് ക്ഷമയില്ലേ എന്ന് പറയുന്നത് അതിൻ്റെ വലിയ ആഭരണമായിട്ടോ അല്ലെങ്കിൽ വലിയ അച്ചീവ്മെൻ്റായിട്ടാണ് ഈ കാലത്ത് ആളുകൾ കണ്ടിരിക്കുന്നത്. പക്ഷേ അത് വലിയ മൗഢ്യമാണ്. നമുക്കെതിരെ ചെയ്യുന്ന വലിയ ദ്രോഹമാണിത്. ഞാൻ വാസ്തവത്തിൽ ചെയ്യുന്നത് എൻ്റെ മനസ്സിനെ എത്രമാത്രം സ്ട്രെച്ച് ചെയ്യാൻ ഒക്കുമോ ഏറ്റവും കട്ടിയേറിയ പുസ്തകങ്ങൾ വായിക്കുക. ഇപ്പോൾ ഇമ്മാനുവൽ കാന്തിൻ്റെ പുസ്തകം, അല്ലെങ്കിൽ സോറൻ കീർക്കെഗാഡിൻ്റെ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ഹേഗലിൻ്റെ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ജർമ്മൻ മിസ്റ്റിസിസത്തിൻ്റെ തലതൊട്ടപ്പനായ ജേക്കബ് ബോമ, BOHME ബോമ, അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ആദ്യമൊക്കെ വായിക്കുമ്പോൾ തല കറങ്ങും. പക്ഷെ അതിൽ പിടിച്ചു നിന്ന് വായിച്ച് വരുമ്പോൾ മനസ്സ് വളരും. അതുപോലെ തന്നെ
ആത്മീയമായ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് വളരെ ക്ലേശമുണ്ട്, പ്രയാസമുണ്ട്, നഷ്ടമുണ്ട്, മാനഹാനിയുണ്ട്, കഷ്ടപ്പാടുണ്ട്, കുരിശുണ്ട്. അത് സഹിച്ചു നിൽക്കുമ്പോൾ മാത്രമേ നാം ആത്മീയമായി വളരുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. അതില്ലാതെ അവരുടെയെങ്കിലും വാലെ പിടിച്ച് സ്വർഗത്തിൽ പോകാമെന്ന് ജനങ്ങളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്ന വലിയ അപരാധം. വാസ്തവത്തിൽ ക്രിസ്ത്യാനിയുടെ കണ്ണടഞ്ഞു പോകാൻ ഈ ഒരൊറ്റ പഠിപ്പീര് മതി. വളർച്ചയിൽ കൂടെ മാത്രമേ, അല്ലെങ്കിൽ യേശു പഠിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ആരുടെയെങ്കിലും വാല് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തുകൊണ്ടാണ് യാതൊരു സെൻസുമില്ലാത്ത കാര്യങ്ങൾ ജനങ്ങളുടെ മേൽ കുത്തിച്ചെലുത്തുന്നത് എന്ന് നാം വാസ്തവത്തിൽ ഭീതിയോടെ ചോദിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട വിഷയമാണിത്. നമുക്ക് നമ്മുടെ മേൽ നിയന്ത്രണം ഉണ്ടാകണം. നമുക്ക് ലോകത്തെ നിയന്ത്രിക്കുവാൻ സാധ്യമല്ല. നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കുവാൻ കഴിയില്ലെങ്കിൽ നാം എങ്ങനെയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്? എന്നാൽ പാശ്ചാത്യ സംസ്കാരം പറയുന്നത് നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. എൻ്റെ ആദ്യത്തെ പുസ്തകം HIV AIDS പറ്റിയാണ്. അതിൽ പാശ്ചാത്യ ലോകത്തിലെ ചിന്തകർ എൻ്റെ പുസ്തകത്തെ നിശിതമായി വിമർശിച്ച ഒരു കാര്യം, ഞാൻ മനുഷ്യന് അവൻ്റെ മേൽ നിയന്ത്രണം പാലിക്കാൻ സാധിക്കും എന്ന് വളരെ അടിവരയിട്ട് അതിൽ പ്രതിപാദിച്ചുകൊണ്ടാണ്. അവർ പറയുന്നത് ഒരിക്കലും ഇത് സാധ്യമല്ല. A human being cannot control himself, particularly his libido, his sexuality. ഒരു വിധത്തിലും മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ വയ്യ. ആ ഒരു കാഴ്ചപ്പാട് സ്വീകരിക്കാൻ എനിക്ക് നന്നേ പ്രയാസമാണ്. അങ്ങനെ നിയന്ത്രണം എളുപ്പമല്ല, സമ്മതിക്കുന്നു. പ്രയാസമാണ്, സമ്മതിക്കുന്നു. പക്ഷേ അസാധ്യമാണോ? ഒരിക്കലും അസാധ്യമല്ല. അതെൻ്റെ ആത്യന്തികമായ വിശ്വാസമാണ്. അത് അസാധ്യമാണെങ്കിൽ നാം അടിമകളാണ്. നാം നമ്മുടെ തന്നെ അടിമകളാണ്. ലോകത്തിലെ ഏറ്റവും ശപിക്കപ്പെട്ട അവസ്ഥ നാം നമ്മുടെ തന്നെ അടിമകളാണ് എന്നുള്ളതാണ്. ആ ഒരു അബദ്ധത്തിൽ ചെന്ന് ചേരാതെ നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ മേന്മേറിയ സാധ്യതകൾ കാലാകാലങ്ങളിൽ നമ്മളിൽ കൂടെ വെളിപ്പെട്ട് വരേണ്ടതിന് അനിവാര്യ ഘടകമായ സ്വയം നിയന്ത്രണത്തെ പറ്റിയുള്ള ചില അടിസ്ഥാന ചിന്തകളാണ് നമുക്കൊരുമിച്ച് പരിഗണിക്കാനെന്ന് ഇടയായത്. ഈ വിഷയത്തെപ്പറ്റി കൂടുതലായി വ്യക്തമായി അറിയേണ്ട ആവശ്യമുണ്ട്. തുടർച്ചയായി ഒരു വീഡിയോ കൂടെ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് ഇല്ലെങ്കിൽ തന്നെയും നിങ്ങൾ ഈ അന്വേഷണം തുടരുകയും കൂടുതൽ വ്യക്തമായി ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളും അതിന് അപ്പുറം കടന്നു ചെന്ന് ഇതിനെ തിരിച്ചറിയാനുള്ള നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് സുപ്രധാനമായൊരു വിഷയത്തെപ്പറ്റി വ്യക്തമായ അറിവുകൾ പ്രാപിപ്പാൻ ഏവരും കൂട്ടാക്കണമെന്ന് മാത്രം കർത്താവിൽ ഏവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.